ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെൻ്റെ ഈ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാത്തത്, എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു തലമുറയിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുമായ ഒരു കാര്യമാണ് കൂടി വരുന്ന ആത്മഹത്യ. എല്ലാ ദിവസവും നമ്മൾ കുട്ടികൾ ആത്മഹത്യ എന്നുള്ള വാർത്തകൾ കാണാം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറയിലെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാനസിക നിലയിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്, ഒരു അമ്മ ഒരു കുട്ടീനെ പ്രസവിച്ച് ആ കുട്ടീനെ വളരെ നന്നായി നോക്കി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുന്നതൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയല്ലല്ലോ, നല്ലൊരു ഭാവി കണ്ട് അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായി വളരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ, അത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ ഇങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് മരണത്തിന് ശേഷം, ആത്മഹത്യ ചെയ്തതിന് ശേഷം നമ്മൾ കുറേ സെൻറ്റി അടിച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂസുകളിൽ ഇന്ന കുട്ടി ആത്മഹത്യ ചെയ്തു, പഠിക്കാൻ കേമനായിരുന്നു, പഠിക്കാൻ കേമിയായിരുന്നു എന്ന് കുറേ പബ്ലിസിറ്റി ആയിട്ട് പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല, നമ്മൾ ചർച്ച ചെയ്ത് കണ്ടുപിടിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പണ്ടൊക്കെ പറയും തല്ലി വളർത്തണം, ഒന്നല്ലെങ്കിൽ ഒലക്കി കടിച്ച് വളർത്തണം എന്ന് പറയും. ഇപ്പോൾ നേരെ മറിച്ച് ജെൻറ്റിൽ പാരൻറ്റിങ് ആണ് നല്ലൊരു ഓപ്ഷൻ എന്നാണ് എല്ലാവരും പറയുന്നത്, അറിവുള്ളവർ പോലും പറയുന്നത്. അപ്പം ഇപ്പോൾ ഉള്ളവരൊക്കെ അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ കോപിഷ്ഠയായ അമ്മയും അച്ഛനും പോലും ആ ദേഷ്യമൊക്കെ കുറച്ച് ജെൻറ്റിൽ പാരൻറ്റിങ്ങിൻ്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ നോക്കിയിട്ടും കുട്ടികൾക്ക് ആത്മഹത്യ ടെൻഡൻസി വരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ശരിക്കും ഒരു പഠനത്തിന് വിധേയമാക്കി പരിഹാരം കണ്ടെത്തേണ്ട കാര്യമല്ലേ? ഇപ്പോൾ ഒരു ബാഗ് മേടിച്ച് കൊടുത്തില്ല, ആത്മഹത്യ ചെയ്തു. അല്ല മേക്കപ്പ് പ്രൊഡക്റ്റ് മേടിച്ചില്ല, അതിന് ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ മരിക്കാനുള്ള ഓരോ കാരണങ്ങളാണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലുണ്ട് SSLC എക്സാമിൻ്റെ റിസൾട്ടായി ബന്ധപ്പെട്ടിട്ട്. അതായത് എക്സാമിലൊരു മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് തോറ്റാൽ പോയി ആത്മഹത്യ ചെയ്തു. വളരെ സില്ലിയായിട്ടാണ് കുട്ടികൾ ഈ ആത്മഹത്യ എന്നുള്ളതൊക്കെ കാണുന്നത്. ഇങ്ങനെ ആവുന്നെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് കേട്ടോ. ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ ഇങ്ങനെ വിഷമം താങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഓരോ കടുംകൈകൾ കുട്ടികൾ ചെയ്യുന്നത് കൂടെ നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പം ഈ ChatGPT, ജെമിനി, ഗൂഗിള്, യൂട്യൂബ്, ഇപ്പോൾ എല്ലാത്തിനും പരിഹാരം ഇതിൽ ഏതിൽ നോക്കിയാലും കുട്ടികൾക്ക് അവൈലബിളാണ്. അപ്പോൾ ഈ സൂയിസൈഡ് ചെയ്യാനുള്ള തോന്നൽ വരുമ്പോൾ അതിനുള്ള പോംവഴികൾ കുട്ടികൾ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പം തൂങ്ങി മരണമല്ലാതെ വേറെ ഏത് രീതിയിലൊക്കെ മരിക്കാം എന്നൊക്കെ കുട്ടികൾ എവിടെയാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്? ഇപ്പം ലഹരി ഉപയോഗം കൂടുതലാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും തൂങ്ങി മരണങ്ങൾ കൂടുതലാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആത്മഹത്യ കൂടുതലാണ്. അപ്പം ഇനിയെങ്കിലും എല്ലാവരും ഈ കാര്യത്തിൽ ബോധവാന്മാരായിരിക്കണം. അവനവൻ്റെ മക്കളെ മാക്സിമം അവരുടെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മാതാപിതാക്കളെ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം, ഒരു ട്രോമയൊക്കെ കുട്ടികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. ഒരു മടിയും വിചാരിക്കേണ്ട. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാന്തിൻ്റെ ഡോക്ടറല്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങൾ പറയും, എങ്ങനെയൊക്കെ ഉണ്ട്, ചെറിയ വിഷമം പോലെ ഉണ്ട്, ഞങ്ങളോട് തുറന്ന് പറയുന്നില്ല. അപ്പോൾ അതിനുള്ള പരിഹാരം അവർ പറഞ്ഞു തരും. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിന് ധൈര്യം കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവനവൻ്റെ മക്കളെ കാര്യം അവർക്ക് അറിയുള്ളൂ. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ നോക്കുക. അതല്ല നമ്മുടെ കയ്യിൽ നിൽക്കണില്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ പുറത്തുനിന്ന് സഹായം തേടുക. എങ്ങനെയാണെങ്കിലും ഇപ്പോഴത്തെ തലമുറ കുട്ടികൾക്ക് മനസ്സിൽ ധൈര്യം കൂടുതൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്താ പരിഹാരം എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിച്ച് തീരുമാനിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിൽ തന്നെ വരുന്ന തലമുറയിലും ഈ കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾ തൊട്ടങ്ങ് ആത്മഹത്യ ചെയ്ത് ജീവൻ കളയും. നമ്മുടെ മക്കളല്ലേ, നമ്മൾ സേഫ്റ്റി നോക്കണ്ടേ?